ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം നമ്മുടെ HSST പരീക്ഷ, പ്രത്യേകിച്ച് നമ്മുടെ സുവോളജി, ബോട്ടണി പോലെയുള്ള എക്സാംസ്, അത് OMR പരീക്ഷയാകാനാണോ സാധ്യത, അതോ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആകാനാണോ സാധ്യത? നമുക്കറിയാം, കഴിഞ്ഞ പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കണ്ടക്ട് ചെയ്തത്. പക്ഷെ അതിന് മുന്നേ ഉള്ള എക്സാംസ് പലതും OMR ലെവലിലാണ്, ഓഫ്ലൈൻ മോഡിൽ തന്നെയാണ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇത്തവണത്തെ പരീക്ഷ അത് OMR ആകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആകാം. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമ്പ്യൂട്ടർ ബേസ്ഡ് ആകാനാണ് സാധ്യത കൂടുതൽ. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഒരു എമൗണ്ടിൽ, ഒരു നിശ്ചിത അളവിനേക്കാൾ കുറവാണ് എങ്കിൽ സാധാരണഗതിയിൽ PSC അത് ഓൺലൈനായിട്ട്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിട്ട് നടത്താനാണ് സാധ്യത. ഇനി ഇത്തവണ ഗണ്യമായ ഒരു ഇൻക്രീസ് ആ ആപ്ലിക്കൻസിൽ ഉണ്ട് എങ്കിൽ പിന്നെ അത് ഓൺലൈനായിട്ട് നടത്താൻ കഴിയില്ല, അത് OMR ആയിട്ട് തന്നെ നടത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇത്തവണ ഇന്ന രീതിയിൽ തന്നെ ആകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഇത്തവണയും കമ്പ്യൂട്ടർ ബേസ്ഡ് ആകാനാണ് സാധ്യത. അപ്പോഴൊരു സാധ്യത മാത്രമേ ഉള്ളൂ. ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദി നമ്പർ ഓഫ് ആപ്ലിക്കൻസ്. അപ്പോൾ ഇവിടെ ഏതാണ് കുറച്ചും കൂടെ നല്ലത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ ഒരുപാട് പേർക്ക് ഈ മൗസ് ഹാൻഡിൽ ചെയ്ത് പരിചയമില്ലാത്ത ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് കണ്ടന്റ് നോളജ് ഉള്ള ആൾക്കാരാണ് എങ്കിൽ പോലും എക്സാം നേരാമണ്ണം എഴുതാൻ പറ്റാതെ അതിൽ ഒരുപാട് സംശയങ്ങളൊക്കെ അവർക്ക് വന്നിരുന്നു. അവരെ വിചാരിച്ചതുപോലെയൊന്നും എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. അത് കമ്പ്യൂട്ടർ യൂസ് ചെയ്തുള്ള ഒരു പരിചയക്കുറവ് അത് അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ പലപ്പോഴും പറഞ്ഞിരുന്നത്. ഇപ്പോൾ വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായത്തിൽ OMR-നേക്കാൾ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം രീതി തന്നെയാണ് നല്ലത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളിപ്പോൾ ഒരു OMR ഓഫ്ലൈൻ പരീക്ഷ എഴുതുന്നു, നമ്മളതിൽ ക്വസ്റ്റ്യൻ പേപ്പർ മറിക്കുന്നു, അതിൽ നമ്മൾ പലതും അടയാളപ്പെടുത്തുന്നു, വീണ്ടും തിരിച്ച് ആദ്യത്തെ പേജിലേക്ക് വരുന്നു. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അത്യാവശ്യ സമയം നമുക്ക് പോകും. പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പോലും വിചാരിക്കില്ല അത് സമയം പോകുന്നോ എന്ന്, പക്ഷെ അത് വാസ്തവത്തിൽ സമയം പോകും. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണെങ്കിൽ നമുക്ക് ഒറ്റ ക്ലിക്കിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിനെയൊക്കെ ഒന്ന് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. വാസ്തവത്തിൽ ടൈം മാനേജ്മെന്റിനെ സംബന്ധിച്ച് എന്താണ് പ്രത്യേകത, ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ബെറ്റർ. അപ്പോൾ നിങ്ങളിൽ ഒരുവിധപ്പെട്ട എല്ലാവരും OMR എക്സാംസ് എഴുതി പരിചയമുള്ളവരാണ്, പക്ഷേ പലരും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പരിചയമില്ലാത്ത ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ, പ്രത്യേകിച്ചും അതിൻ്റെ മൗസ്, അത് അത്യാവശ്യം സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ ഏജൊക്കെ ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടാകും. ചിലപ്പോൾ കമ്പ്യൂട്ടറൊന്നും അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടാകും, ലാപ്ടോപ്പുകളൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാകും. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ഈ ഒരു എക്സാം എഴുതുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് എഴുതുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. കഴിഞ്ഞ വട്ടം ഒരുപാട് പേര് എക്സാം ഇറങ്ങിയ ഉടനെ തന്നെ പലരും പറഞ്ഞ ഒരു കംപ്ലൈന്റ് ആണ്. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസിലെ ചില രീതികൾ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്കതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ശരി ഉത്തരം ആയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം, ഇനിയിപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്തതിനെ നമുക്ക് സ്കിപ്പ് ചെയ്യാം, ഇനിയിപ്പോൾ മാർക്ക് ഫോർ റിവ്യൂ, അതായത് നമുക്ക് സംശയമുണ്ട് പക്ഷേ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കാം. ഇനി നമുക്ക് അത് പിന്നീട് ചേഞ്ച് ചെയ്യേണ്ടി വരും എന്ന തരത്തിലൊക്കെയുള്ള വിവിധ ഓപ്ഷൻസ് നമ്മുടെ പരീക്ഷയിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിൽ ഉണ്ട്. അപ്പൊ ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ചിലപ്പോൾ ഈ മാർക്ക് ഫോർ റിവ്യൂ എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് അതിൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾ ഇതിനെ ചേഞ്ച് ചെയ്തില്ല എങ്കിൽ, അതായത് പിന്നീട് നിങ്ങൾ ഇതിനെ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ആ ഉത്തരം ആയിരിക്കും സബ്മിറ്റഡ് ആകുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് സംശയമുണ്ട്, B ആണോ C ആണോ എന്ന്. നിങ്ങൾ തൽക്കാലം B ക്ലിക്ക് ചെയ്തിട്ട് മാർക്ക്ഡ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തു. ഓക്കെ അല്ലേ? പക്ഷെ നിങ്ങൾക്ക് സംശയമുണ്ടത് C ആണോ എന്ന്. പക്ഷെ നിങ്ങൾ അവസാനം ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ട് ഇതിലേക്ക് തിരിച്ചു വരുന്നത് മുന്നേ തന്നെ സമയം പോയി, അല്ലെങ്കിൽ സമയം എൻഡായി. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഒരു പ്രത്യേകതയാണ്, സമയം എൻഡായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്ക്ഡ് ഫോർ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അതിനെ ചേഞ്ച് ചെയ്തില്ല എങ്കിൽ അത് നിങ്ങൾ ഉത്തരമായി കണക്കാക്കി കൊണ്ട് തന്നെ അത് സബ്മിറ്റ് ആകും ഓട്ടോമാറ്റിക്കായിട്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ട്. ഉറപ്പില്ലാത്തതിന് ഏതെങ്കിലും ഒരു ഉത്തരം കൊടുത്ത് മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുകയും അത് പിന്നീട് സബ്മിറ്റ് ആയി അത് നെഗറ്റീവ് വരുന്ന ഒരു പ്രവണതയുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് രീതികൾ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസിൽ സംഭവിക്കാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് പലർക്കും കഴിഞ്ഞ തവണ എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നെഗറ്റീവ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആകാനാണ് സാധ്യത ഇത്തവണയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ആ മൗസ് വളരെ സ്പീഡിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാനും ക്ലിക്ക് ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ആ സമയത്ത് നമുക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ എത്രയും വേഗം തന്നെ നിങ്ങളത് ചെയ്യുക. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം
ഒരുപാട് ആപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിലേക്ക് പോകാൻ കഴിയില്ല. കാരണം അതിനു വേണ്ടിയുള്ള ഫെസിലിറ്റീസ് ഇല്ല നമുക്ക്. അത് ഓട്ടോമാറ്റിക്കായിട്ട് OMR പരീക്ഷയിലേക്ക് പോകും. OMR പരീക്ഷ നമുക്കറിയാമല്ലോ, അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കൊള്ളുക. ഇത് അവസാനത്തെ ദിവസം മാത്രം ഒരു 2 ദിവസം ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒന്നല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളുടെ പഠനത്തോടൊപ്പം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.